ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് അഡീഷൻ എങ്ങനെയാണെന്നാണ്. അപ്പോൾ മെട്രിക്സ് എന്താണ്, 2 ഡയമെൻഷണൽ അറേ എന്താണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷണൽ അറേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പൊ നമ്മുടെ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡയമെൻഷണൽ അറേ ആണ്. ഇപ്പോൾ നമ്മുടെ മെട്രിക്സ് എന്ന് വെച്ചാൽ 2 ഡയമെൻഷണൽ എന്ന് വെച്ചാൽ എന്താണ്, ഒരു റോ കോളം കൺസെപ്റ്റ് ആണ്. അതിന് പിടികിട്ടിയല്ലോ. അതായത് റോയുടെ എണ്ണം കോളത്തിന്റെ എണ്ണം 2 ഡയമെൻഷൻ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണെങ്കിൽ ഒരു സാമ്പിൾ മെട്രിക്സ് ഞാൻ കാണിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോ ആദ്യം ഒരു മെട്രിക്സ് 1, മെട്രിക്സ് 2, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു റിസൾട്ടന്റ് മെട്രിക്സ് വന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, 2 മെട്രിക്സ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ റോയുടെയും കോളത്തിന്റെ എണ്ണം സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത്, ഇപ്പൊ ആദ്യത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണ്. 2x2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റോയും 2 കോളും, ശരിയല്ലേ? രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണ്. 2 റോയും 2 കോളും. എപ്പോഴും നമ്മൾ ആദ്യം എഴുതുന്നത് റോയുടെ കൗണ്ട് ആയിരിക്കും, രണ്ടാമത്തെയാണ് കോളത്തിന്റെ കൗണ്ട്. അപ്പൊ നിങ്ങളുടെ മെട്രിക്സിന് m റോസും n കോളംസും ഉണ്ടെങ്കിൽ അതൊരു m/n, m ഇൻറ്റു n എന്നല്ല അത് വായിക്കുന്നത്, m/n മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ മെട്രിക്സ് ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ശരിയല്ലേ? ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. അതുപോലെ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. അപ്പൊ ഈ ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ കിടക്കുന്ന എലമെന്റിനെയാണ് ഈ മെട്രിക്സിലെയും ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ കിടക്കുന്ന എലമെന്റ്, അല്ലെ? ഇത് ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ കിടക്കുന്ന എലമെന്റ് ഏതാണ്? 1. ഇവിടെ ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ കിടക്കുന്ന എലമെന്റ് ഏതാണ്? 3. ഇത് ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിൽ കിടക്കുന്ന എലമെന്റ്, ഇത് ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ റോയിൽ കിടക്കുന്ന എലമെന്റ്. അപ്പൊ അങ്ങനെ അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്നതിനെ തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. ഈ 3നെയും 1നെയും കൂടെ ആഡ് ചെയ്ത് 4, 4നെയും 5നെയും കൂടെ ആഡ് ചെയ്ത് 9. പിടികിട്ടിയല്ലോ? റിസൾട്ടന്റ് മെട്രിക്സും ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും. പിടികിട്ടല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഒരു 3x4 മെട്രിക്സ് ആണ് നിങ്ങൾ ഇപ്പൊ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചു. ഇപ്പൊ 3x4 എന്ന് വെച്ചാൽ 3 റോയും 4 കോളും. അങ്ങനെയാണ് രണ്ടാമത്തെ മെട്രിക്സും 3 റോയും 4 കോളും ഉള്ളതായിരിക്കണം. പിടികിട്ടിയല്ലോ? അപ്പൊ ഇതെങ്ങനെയാണ് പ്രോഗ്രാമാറ്റിക്കലി ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെട്രിക്സ് എന്ന് പറഞ്ഞ പ്രൊജക്ടിനകത്ത് മെട്രിക്സ് അഡീഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മെട്രിക്സ് എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണെന്ന്. അപ്പൊ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഇൻഡിജർ അറേ ആണെങ്കിൽ ഇൻഡ് ARR ഓഫ് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കും, ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിന്റെ സൈസ് കൊടുക്കും, അല്ലെ? ശരിയല്ലേ? അപ്പൊ നമ്മുടേത് ഞാൻ പറഞ്ഞു 2D അറേ ആണെന്നല്ലേ. അപ്പൊ ആദ്യത്തെ അറേക്ക് ഞാൻ പേര് കൊടുക്കുകയാണ്. 2D അറേ അല്ല, നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണ്, ശരിയല്ലേ? അപ്പൊ 2 നമ്മൾ ഡയമെൻഷൻ കൊടുക്കണം. എന്തൊക്കെയാണ്? റോയും ഉണ്ട്, കോളം ഉണ്ട്. അപ്പൊ എന്റെ മെട്രിക്സിന്റെ ആദ്യത്തെ മെട്രിക്സിന്റെ പേര് A എന്നാണ്. അപ്പൊ എങ്ങനെ കൊടുക്കുന്നു എന്ന് വെച്ചാല് ആദ്യം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. അറേക്ക് നമ്മൾ ഒരെണ്ണേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ്, അതുപോലെ തന്നെ 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് റോയുടെ കൗണ്ട് കൊടുക്കുക 2, രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കോളത്തിന്റെ കൗണ്ട്. ഇപ്പൊ ഞാൻ ഈ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 റോയും 2 കോളം ഉള്ള ഒരു മെട്രിക്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ 2 എന്നുള്ളത് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ആയിട്ട് വാങ്ങിയിട്ട് ഏതെങ്കിലും വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ട് വേണേ ആ വേരിയബിൾ ഇവിടെ പാസ് ചെയ്താലും കുഴപ്പമില്ല. ഇത് എന്താണ്, നമ്മളിപ്പോ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യണം, അല്ലെ? അപ്പൊ നമ്മൾ ഈ 2D അറേക്കകത്തോട്ട് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാണ്. സിസ്ഔട്ട് എന്റർ എലമെന്റ്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് അത് വാങ്ങിക്കുന്നത്? സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, അല്ലെ? അപ്പൊ സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ അറേയിൽ എങ്ങനെയാണ് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് യൂസ് ചെയ്ത്, അല്ലെ? അപ്പൊ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്കാനറിന്റെ ഒബ്ജക്റ്റ് വെച്ച് ഇൻസേർട്ട് ചെയ്യും. ഇതൊരു 2D അറേയാണ്. അപ്പൊ എന്താണ്, 2 ഫോർ ലൂപ്പ് വേണം. ആദ്യത്തെ ഫോർ ലൂപ്പ് റോയ്ക്കും രണ്ടാമത്തെ ഫോർ ലൂപ്പ് കോളത്തിനും. തിരിച്ച് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്, ആദ്യത്തെ കോളത്തിന് അങ്ങനെ പറ്റില്ല കേട്ടോ. അപ്പോ ആദ്യത്തെ നമ്മൾ റോയുടെ എടുക്കുകയാണ്. ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ. ഇവിടെ ലെസ് ദാൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എത്രയാണ് നിങ്ങളുടെ റോയുടെ എണ്ണം എന്ന് കൊടുക്കുക. 2. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കരുത്. കാരണം 2 റോയല്ലേ ഉള്ളൂ. അപ്പൊ 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 0ഉം 1ഉം വരെ വരാവുള്ളൂ, 2 വരാൻ പാടില്ല. അതുകൊണ്ടാണ് ലെസ് ദാൻ 2 കൊടുത്തത്, കേട്ടോ? ഇനി I പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുക. അപ്പൊ നമ്മൾ റോയുടെ കാര്യം എഴുതി. ഇനി എന്താണ്, ഇന്നർ ലൂപ്പ് കോളത്തിനെ കാണിക്കാൻ. അപ്പൊ വേറൊരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. ഇൻറ്റ് J ഈക്വൽ ടു 0, J ലെസ് ദാൻ, അതും കോളത്തിന്റെ കൗണ്ട് 2 അല്ലേ, J പ്ലസ് പ്ലസ്. ഇപ്പൊ 2 ലൂപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് നമ്മൾ ഓരോ എലമെന്റിനായിട്ട് ഇൻസേർട്ട് ചെയ്യണം, അല്ലെ? അപ്പൊ നമ്മുടെ 2D അറേയുടെ പേരെന്താണ്? A ഓഫ് I
ജെ എന്നല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ആ റോ ഏതാണ് കോളം ഏതാണെന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ ഐയും ജെയും. ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇറ്റ്. പിടികിട്ടിയല്ലോ. ഇപ്പൊ നമ്മുടെ എലമെന്റ്സ് ഇൻസേർട്ട് ആയി. അപ്പൊ ഈ ലൂപ്പിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആദ്യം എന്താണ്, ഐയുടെ വാല്യൂ 0 ആയിരിക്കും, 0 <2 ആണ്. അപ്പൊ ഇന്നർ ലൂപ്പിനകത്തോട്ട് കയറും. എന്നിട്ട് എന്താണ്, ജെയുടെ വാല്യൂ 0 ആണ്. അപ്പൊ J0 <2 ആണല്ലോ. അപ്പൊ A of 0 0, അതായത് 0th റോ 0th കോളം, അതായത് ആദ്യത്തെ ആ റോ ആദ്യത്തെ കോളത്തിലോട്ട് ആദ്യത്തെ എലമെന്റ് ഇൻസേർട്ട് ആവും. പിന്നെ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. അപ്പൊ എത്ര ആവും, 1 ആവും. അപ്പൊ ആദ്യത്തെ റോ രണ്ടാമത്തെ കോളം അവിടോട്ട് ഇൻസേർട്ട് ആവും. അപ്പൊ ഒരു റോയിലെ എല്ലാ കോളത്തിലും ഇൻസേർട്ട് ആയി കഴിയുമ്പോഴാണ് നെക്സ്റ്റ് റോയിലോട്ട് വരുന്നത്. പിടികിട്ടിയല്ലോ. പിന്നെ 1 ആവും, 2 ആവും, അങ്ങനെ എലമെന്റ്സ് ഇൻസേർട്ട് ആവും. പിടികിട്ടിയല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇത് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ 2D രീതിയിൽ തന്നെ ഇത് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോ സിസ് ഔട്ട്, അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എലമെന്റ്സ് 6 എന്ന് കൊടുക്കാം. എന്നിട്ട് എന്താണ്, ഈ ഫോർ ലൂപ്പ് ഇതുപോലെ തന്നെ എഴുതണം. ഓക്കെ, പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിലും. അപ്പോ 4 int I equal to 0, I less than 2, I പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുക. പിന്നെന്താണ്, നമ്മുടെ റോയുടെ ലൂപ്പ്, കോളത്തിന്റെ ലൂപ്പും അതുപോലെ തന്നെ എഴുതുക. ഇന്റ് ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ 2, ജെ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുക. ഇനി എങ്ങനെയാണ് എലമെന്റ്സിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്, സിസ് ഔട്ടിനകത്ത് കൊടുക്കുക അല്ലെ. സിസ് ഔട്ട് അറേ ഓഫ് ഐ ജെ. പിടികിട്ടിയല്ലോ. അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പ്രിന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കൊടുത്താലും ആ എലമെന്റ് നെക്സ്റ്റ് ലൈനിലായിട്ട് പ്രിന്റ് ആവത്തുള്ളൂ. അപ്പൊ ഇവിടുന്ന് എല്ലാം കളയുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ എലമെന്റ് കഴിഞ്ഞിട്ടും ഒരു സ്പേസ് ഇട്ട് വേണമല്ലോ അടുത്ത എലമെന്റ് പ്രിന്റ് ആവാൻ. അപ്പൊ ഇവിടെ ഒരു സ്പേസ് കൊടുക്കുക. പിന്നെ എന്താണ്, ഇപ്പൊ ഓരോ റോയിലും ഓരോ കോളവും ഫില്ലായി കഴിഞ്ഞ് നെക്സ്റ്റ് റോയിലോട്ട് വരണം അല്ലെ. അതായത് ഇപ്പൊ ആദ്യത്തെ റോ വന്നു, അതിനകത്ത് എല്ലാ കോളത്തിനും ഫില്ലായി കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിലായിരിക്കണം നെക്സ്റ്റ് റോ വരേണ്ടത്. ശരിയല്ലേ. അപ്പൊ ഇന്നർ ഫോർ ലൂപ്പ് കഴിയുമ്പോൾ നിങ്ങളൊരു സിസ് ഔട്ട് കൊടുക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നെക്സ്റ്റ് ലൈൻ വരും. പിടികിട്ടിയല്ലോ. ഇപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ഞാനൊരു മെട്രിക്സ് ഡിക്ലെയർ ചെയ്ത് അതിനകത്ത് എലമെന്റ്സ് വാങ്ങി അത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ അഡീഷൻ ആയിട്ടില്ല. ഇത് എങ്ങനെ വരുമെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റർ എലമെന്റ്സ് ഞാൻ കൊടുക്കാണ് 11, 22, 33, 44. അപ്പൊ ദാ എലമെന്റ്സ് ആ നമ്മുടെ ഒരു 2D രീതിയിൽ തന്നെ വന്നതുണ്ടോ, 2x2 മെട്രിക്സ് ആയിട്ട് 2 റോയും 2 കോളം. ശരിയല്ലേ. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ആവുന്നത്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ടല്ല ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുത്തത്. നമുക്കിപ്പോ ഈ കോളവും കളയാം, ഈ കോളം കളയാം. ഇനി എന്താണ്, നമുക്കിപ്പോ ഈ എന്റെ എലമെന്റ്സ് ഉള്ളത് നമുക്ക് ആദ്യത്തെ മെട്രിക്സിലെ എലമെന്റ് അല്ലേ, ഫസ്റ്റ് മെട്രിക്സ് എലമെന്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി എന്താണ്, നമുക്ക് രണ്ടാമത്തെ മെട്രിക്സിലെ എലമെന്റ് ഇതുപോലെ തന്നെ കൊടുക്കണല്ലോ. അപ്പൊ രണ്ടാമത്തെ മെട്രിക്സിനെ ഇനിഷ്യലൈസ് ചെയ്യാം. ഈ അറിയാൻ മുകളിൽ ഇനിഷ്യലൈസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ രണ്ടാമത്തെ പേര് ബി എന്നാണ്. അതും ഇങ്ങനെ 2 സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കണം, 2D ആയതുകൊണ്ട്. ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ്, ഇവിടെ നമ്മൾ എത്രയാണ് സൈസ് കൊടുക്കേണ്ടത്, 2, 2. ശരിയല്ലേ. അപ്പൊ രണ്ടാമത്തത് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്ത് എന്റർ സെക്കൻഡ് മെട്രിക്സ് എലമെന്റ്സ് ഇവിടെ മാറ്റിയിട്ട് സെക്കൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ. ഇനി എങ്ങനെയാണ്, ഈ ലൂപ്പ് നമ്മൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് അതിനും കൊടുത്താൽ മതിയല്ലോ. രണ്ടിനും എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്ന കോഡ് സെയിം അല്ലേ. അപ്പോ 2 മെട്രിക്സിലും എലമെന്റ് ഇൻസേർട്ട് ആയി. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്റെ എ എന്ന് പറഞ്ഞ മെട്രിക്സിലും ബി എന്ന് പറഞ്ഞ മെട്രിക്സിലും എലമെന്റ്സ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ലൂപ്പിന്റെ വർക്കിംഗ് മനസ്സിലായി കാണുമല്ലോ. ഇനി എന്താണ്, ഈ മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. ശരിയല്ലേ. അപ്പൊ ഇനിയാണ് നമ്മുടെ അഡീഷൻ നടക്കാൻ പോകുന്നത്. ഇപ്പൊ എലമെന്റ്സ് ഇൻസേർട്ട് ആയിട്ടേ ഉള്ളൂ. ഇനി അഡീഷൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ അഡീഷൻ എങ്ങനെയാണ്, നമ്മൾ വീണ്ടും ഈ ഫോർ ലൂപ്പ് എഴുതാം. അതിന് മുമ്പ് നമ്മൾ ആഡ് ചെയ്ത് എങ്ങോട്ടേലും സ്റ്റോർ ചെയ്യണല്ലോ. ഇപ്പൊ എന്റെ ആദ്യത്തെ മെട്രിക്സ് 2x2 ആണ്, രണ്ടാമത്തെ മെട്രിക്സും 2x2 ആണ്. അപ്പൊ എന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് റിസൾട്ട് സൂക്ഷിക്കാൻ നമ്മൾ സാധാരണ വേരിയബിൾ ആണ് കൊടുക്കുന്നത്. ഇത് എന്റെ മെട്രിക്സ് ആയതുകൊണ്ട് ഒരു 2D അറേ തന്നെ കൊടുക്കണം. ഇപ്പൊ ഇന്റെ റിസൾട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ഈക്വൽ ടു ന്യൂ ഇന്റ് ഓഫ് 2, 2. ശരിയല്ലേ. ഇപ്പൊ എന്റേത് 2x2 ആണല്ലോ. അപ്പൊ റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെട്രിക്സ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി എന്താണ്, സം ചെയ്യണം അല്ലെ. അപ്പൊ സമ്മിന്റെ ഫോർ ലൂപ്പ് മറ്റേതുപോലെ തന്നെ സെയിം ആണ്. 4 int I equal to 0, I less than 2, I പ്ലസ് പ്ലസ്. ഹൈഡ്രേറ്റ് ചെയ്യുന്നത് ആ സെയിം റോ സെയിം കോളത്തിൽ കൂടെ തന്നെ അല്ലേ, അതുകൊണ്ടാണ് ആ കോഡും സെയിം ആയിട്ടാണ് വരുന്നത്.
4 into j equal to 0, j less than 2, j plus plus എന്ന് കൊടുക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്? നമ്മുടെ റിസൾട്ട് ഓഫ് ഐ ജെയ്ക്കകത്തോട്ട് ഈക്വൽ ടു നമ്മുടെ എന്താണ് ആദ്യത്തെ മെട്രിക്സിന്റെ പേര് എന്താണ്? എ, രണ്ടാമത്തത് ബി അല്ലെ. അപ്പൊ എ ഓഫ് ഐ ജെ പ്ലസ് ബി ഓഫ് ഐ ജെ. പിടികിട്ടിയല്ലോ. ഇതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ആദ്യം എന്താണ്? ഐയുടെ വാല്യൂ 0 ആണ്, ശരിയല്ലേ? 0 ലെസ് ദാൻ 2 ആണ്, ഇന്നർ ലൂപ്പിലോട്ട് കയറും. ജെയുടെ വാല്യൂ 0 ആണ്, ശരിയല്ലേ? അപ്പൊ ഇങ്ങോട്ട് കയറിയിട്ട് എ ഓഫ് 0 0 എന്ന് പറയുമ്പോൾ ആദ്യത്തെ അറയിലെ 0 0യിലുള്ള എലമെന്റ്, അതായത് 3നെ എടുക്കും. പിടികിട്ടിയല്ലോ. എന്നിട്ട് എന്താണ് നെക്സ്റ്റ്? ബി ഓഫ് ഐ ജെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബി രണ്ടാമത്തെ അറയിലെ 0 0യിലെ എലമെന്റിനെ എടുക്കും, അതായത് ഈ 1. ഓക്കെ. എന്നിട്ട് അതിനെ നമ്മുടെ റിസൾട്ടന്റ് അറയിലെ 0 പൊസിഷനിലോട്ട് സേവ് ചെയ്യും, അതായത് ഇവിടെ തൊട്ട് ഈ 4 എന്നുള്ള റിസൾട്ട് വരും. പിടികിട്ടിയല്ലോ. ഇങ്ങനെയാണ് ഈ റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് പി ലൂപ്പ് കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ടിനകത്ത് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് പ്രിന്റ് ചെയ്യാം. സിസ് ഔട്ട് റിസൾട്ടന്റ് മാട്രിക്സ് ഈസ് എന്ന് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ സെയിം ഫോർ ലൂപ്പ് കൊടുത്തിട്ട് നിങ്ങൾ സിസ് ഔട്ട് കൊടുത്താൽ മതി. 4 int i equal to 0, i less than 2, i plus plus നമ്മുടെ റോയുടെ കൊടുക്കുക. നെക്സ്റ്റ് കോളത്തിന്റെ കൊടുക്കുക. 4 int j equal to 0, j less than 2, j plus plus എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് സിസ് ഔട്ട് ചെയ്യുക. സിസ് ഔട്ട് ഇപ്പൊ നമുക്ക് ഏതാണ് സിസ് ഔട്ട് ചെയ്യേണ്ടത്? റിസൾട്ടിനകത്തല്ലേ ഉള്ളത്? റിസൾട്ട് ഓഫ് ഐ ജെ. പിടികിട്ടിയല്ലോ. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മെട്രിക്സ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ വരും. അപ്പൊ ഇത് പ്രിന്റേ കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഒരു റോയില് ഒരു കോളം ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ലൈൻ വരിക എന്ന് പറയാം. അപ്പൊ ഈ ഇന്നർ ഫോർ ലൂപ്പ് കഴിഞ്ഞ് ഒരു പ്രിന്റ് എല്ലാം കൊടുക്കുക. പിന്നെ ആദ്യത്തെ എലമെന്റ് കഴിഞ്ഞ് ഒരു സ്പേസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു ലൈനിൽ പ്രിന്റ് ആവും. അപ്പൊ ഇവിടെ ഒരു സ്പേസും കൊടുക്കുക. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോ റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പൊ ആദ്യത്തെ മെട്രിക്സിലെ എലമെന്റ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. 1 22 3 4 കൊടുക്കാം. രണ്ടാമത്തെ മെട്രിക്സിലെ 1 3 5 6. അപ്പൊ റിസൾട്ടന്റ് മെട്രിക്സ് വന്നത് 1 3 5 6 എന്നാണ്. അതായത് സെക്കൻഡ് മെട്രിക്സിലെ എലമെന്റ് എന്നാണ് അതുപോലെ വന്നത്. അപ്പൊ ഞാൻ കോഡിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് എറർ എവിടെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെയാണ് എറർ. അതായത് സെക്കൻഡ് മെട്രിക്സിൽ എലമെന്റ് വാങ്ങിക്കുന്നിടത്ത് ഞാൻ എ എന്നുള്ള 2 ഡയമെൻഷണൽ അറയ്ക്കകത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത്. ഓക്കെ. അത് ബി ആക്കിയിട്ട് തിരുത്തി കൊടുക്കുക കേട്ടോ. അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അവിടെ ബിന്ന് തിരുത്തി കൊടുക്കുക. നമുക്കിത് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് മെട്രിക്സിലെ എലമെന്റ്സ് കൊടുക്കാം. 1 2 3 4. സെക്കൻഡ് മെട്രിക്സിലെ 5 6 7 8. റിസൾട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 1 + 5 വരുമ്പോൾ 6 വരും, 2 + 6 വരുമ്പോൾ 8 വരും, പിന്നെ 7 + 3 10, 8 + 4 12. നമുക്കപ്പോ നമ്മുടെ അഡീഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ മെട്രിക്സ് അഡീഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.